വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ രേഷ്മയും കൊണ്ട് കതവ് തുറന്നിറങ്ങുമ്പോൾ ശാരികയും ശ്യാമയും കാണുന്നുണ്ട്. അന്നേരം എന്താ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ ശാരികയും ശ്യാമയും കൂടി പറയുന്നുണ്ട്. അതിനുശേഷം രേഷ്മയും കൂടി പുറത്തിറങ്ങിയ ശേഷം ശാരദാമ്മ വീണ്ടും വാതിലങ്ങ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വാ മോളെ എന്നും പറഞ്ഞ് രേഷ്മയെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം രേഷ്മയുടെ കയ്യിലെ ആ കവർ ശാരികയും ശ്യാമയും ഇങ്ങനെ ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് എന്നിങ്ങനെ രേഷ്മ പറയുമ്പോൾ ശരി ഞാനും മോളും അല്ലാതെ ഈ കാര്യം വേറെ ആരും അറിയരുതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് രേഷ്മ നടന്നങ്ങ് പോവുകയാണ്. ആ ചിതാഭസ്മം അടങ്ങുന്ന കവർ ഇങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അന്നേരം ശാരികയും ശ്യാമയും അകത്ത് നിന്ന് നോക്കുകയാണ്. എന്തായിരിക്കും ആ കവറിൽ, വരുമ്പോൾ ആ കവർ ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശാരദാമ്മ ആകെ വിഷമിച്ച് ആ തിണ്ണയിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഓട്ടോയിൽ പോകുന്ന രേഷ്മയാണെങ്കിൽ ഓട്ടോയിൽ വെച്ച് ആ ചിതാഭസ്മം അടങ്ങുന്ന കവറാണെങ്കിൽ തൻ്റെ ബാഗിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇതേസമയം അവിടെ മഹേന്ദ്രനെയാണെങ്കിൽ ഡോക്ടർ കാണാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചാൽ ഒരു ക്ലിയർ ആവും തോന്നുന്നില്ല, അതുകൊണ്ടാണ് പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞത്. ശിവൻ്റെ ആ ഓപ്പറേഷൻ്റെ ഹാർട്ട് സർജറിയെക്കുറിച്ചാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിൽ ഫയൽ തിരക്കി ഒരാൾ വന്നിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ആര് എന്തിനും ചോദിക്കുമ്പോഴത്തേക്ക് ആ ഫയൽ മിസ്സിങ് ആയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ എടുത്ത ആർക്ക് വേണ്ടിയാണോ, ഹാർട്ട് നൽകിയ ആളിനെ കുറിച്ചാണോ അതോ സ്വീകരിച്ച ആളിനെ കുറിച്ചാണോ ആരെക്കുറിച്ച് അറിയാനാണുള്ള ശ്രമമെന്നൊന്നും അറിയില്ല. പക്ഷേ പിന്നീട് ഒരു ചോദ്യം വന്നാൽ മഹേന്ദ്രനോട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് അറിയിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ, അന്ന് മഹേന്ദ്രൻ എന്നോട് അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മഹേന്ദ്രനെ ഓർമ്മിക്കുന്നതായിട്ടാണ്. അന്ന് ശിവനെ ആണെങ്കിൽ ആ രാത്രി അന്ന് ഡേവിസും ആൻ്റണിയും ഒക്കെ അടിച്ച് അവശനാക്കിയ ശേഷം പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നല്ലോ. അന്നിങ്ങനെ മഹേന്ദ്രൻ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ക്യാബിനിലേക്ക് മഹേന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോയത് പറയുന്നുണ്ട്. എന്താണ് മഹേന്ദ്രൻ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകണം, ക്ഷമയുണ്ടാകണം, സഹനശക്തി ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നിങ്ങനെ ആകെ സങ്കടത്തോടെ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഞാൻ എന്തിനു വേണ്ടിയാണോ ചികിത്സിക്കുന്നത് അതേ അസുഖം തന്നെയാണ് ശിവനും ഉണ്ടായിരിക്കുന്ന ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ ആകെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രന് മരുന്നും മെഡിസിനോടുകൂടി അത് ശരിയാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ശിവന് അത് പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ, അത് ഹൃദയം മാറ്റി വയ്ക്കൽ മാത്രമേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ശ്രമിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം, പൊളിറ്റിക്സിലൊക്കെ വല്ല പിടിയുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും, അങ്ങനെ ആരെങ്കിലും വശത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആഭ്യന്തരമന്ത്രിയുടെ പി എ ആണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയുടെ പി എ ആണെങ്കിൽ ഗൗരീശൻ എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറയുമ്പോൾ എങ്കിൽ ആ വഴിക്ക് കാര്യങ്ങൾ നോക്കിക്കോളൂ, പെട്ടെന്ന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആരുടെയെങ്കിലും ഹാർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നടത്താം, മകൻ്റെ ജീവൻ രക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ആകെയും കരയുക ചെയ്യുന്നുണ്ട്. അന്നേരം എൻ്റെ മകന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഡോക്ടർ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും നിങ്ങൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മഹേന്ദ്രനെ വീണ്ടും ഡോക്ടർ വിളിപ്പിക്കുന്നുണ്ട്. അന്നേരം ഒരു ഹാർട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി നടത്താമെന്ന് പറയുമ്പോൾ മധുരയിൽ നിന്നല്ല വേറെ സ്ഥലപ്പേരൊന്നും പറയുന്നില്ല ഈ ഡോക്ടറാണെങ്കിൽ. അന്നേരം പക്ഷേ മഹേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ ജീവിതം ഡോക്ടറുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം, പക്ഷേ വേറൊരു അപേക്ഷയാണ് എനിക്കുള്ളതെന്ന് പറയുമ്പോൾ സർജറിയെക്കുറിച്ച് സംബന്ധിക്കുന്ന എന്ത് സംശയവും ചോദിച്ചുള്ളൂ അതിനെല്ലാം മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, മഹേന്ദ്രൻ എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ഒരു ഹൃദയം എൻ്റെ മകനിൽ തുടിക്കുന്ന വേറൊരാളുടെ ഹൃദയമാണെന്നുള്ളത് അവൻ അറിയാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് പേഷ്യൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ എനിക്ക് ശേഷം അവകാശിയാകെ അവനാണുള്ളത്, എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അവനാണ്, അതുകൊണ്ട് വേറൊരാളുടെ ഹൃദയമാണ് എന്നറിഞ്ഞാൽ അവൻ അവൻ്റെ ജീവൻ വരെ ഉപേക്ഷിക്കും, അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരണം, എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മകന് വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് മഹേന്ദ്രൻ പറയുമ്പോഴും ഡോക്ടറാണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്. ശരി അങ്ങനെ ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ഈ മഹേന്ദ്രൻ ആലോചിക്കുന്നതാണ് ഡോക്ടർ മുന്നിൽ നിൽക്കുമ്പോൾ. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകനൊരു ആപത്ത് വന്നപ്പോൾ ഈശ്വരനായിട്ട് കൊണ്ടുവന്ന ഹൃദയമാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്നത്, അപ്പോൾ അതിപ്പോൾ തുടിക്കുന്നത് അവന് വേണ്ടി മാത്രമാണ്, അതിനിപ്പോൾ വേറൊരു അവകാശി വരാമെന്ന് പറഞ്ഞാൽ ഈ മഹേന്ദ്രൻ അത് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം നേഴ്സാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അതെടുത്ത നേഴ്സിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ആർക്ക് വേണ്ടിയാണ് എടുത്തത് എന്നുള്ളത് അവരിതുവരെ പറയുന്നില്ല, പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇത് ചിലപ്പോൾ മഹേന്ദ്രനൊരു കോള് വന്നേക്കാം, എങ്കിലത് എങ്ങനെ പുറത്തു പോയി എന്നുള്ളത് എന്നോട് അത് നേരത്തെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു CID പണി വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം, ഡോക്ടർ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ഡോക്ടർ പറയുന്നുണ്ട്, പക്ഷേ മഹേന്ദ്രൻ ഇതുവരെ ആ ഹാർട്ട് തന്ന ആളിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല, അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരാണ് എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ആരായാലും അവരുടെ ആത്മാവിന് ശാപമോക്ഷത്തിനായിട്ട് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർക്ക് അറിയാം ഇത് വിഷ്ണുവിൻ്റേതാണ് എന്ന്, ആ ഒരു ഡീറ്റെയിൽസ് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ മഹേന്ദ്രൻ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല പറയാൻ വരുമ്പോൾ. അപ്പോൾ ഇനി അങ്ങനെ അറിയണമെന്ന് തോന്നിയാൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു നീക്കം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഡോക്ടർ ധൈര്യമായിട്ട് പോയിക്കോളൂ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിട്ടോളാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവർ പിരിയുന്നുണ്ട്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിൽ ശാലിനി ആണെങ്കിൽ തൻ്റെ ഒരു ചേംബറിലുണ്ട്. ശാലിനി ഇങ്ങനെ ആ ഒരു രേഷ്മ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് വിഷ്ണുവിൻ്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു എന്നുള്ളത് ആ ഒരു കാര്യം ഇങ്ങനെ ഓർത്ത് ശാലിനി ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തേക്ക് ആമില്ല പിന്നെ അനുപല്ലവിയാണെങ്കിൽ എന്തൊക്കെയോ ഫയൽ ശാലിനി എടുത്ത് കൊണ്ടുപോകാനുള്ള അവിടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ അപ്പുറത്തോട്ട് മാറിയെന്ന് തിരിഞ്ഞെന്ന് നോക്കുകയാണ്. ഈ സമയത്ത് ജോൺ എബ്രഹാം ആണെങ്കിൽ ഒരു ഫയലുമായിട്ട് വരുന്നുണ്ട്. അനുപല്ലവി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ഫയലിൻ്റെ അടിയിലേക്ക് താൻ കൊണ്ടുവന്ന ഈ ജോൺ എബ്രഹാം കൊണ്ടുവന്നൊരു ഫയൽ പെട്ടെന്ന് അടിയിലേക്ക് നീക്കി വെക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പക്ഷേ അനുപല്ലവി തിരിയുമ്പോൾ ഇങ്ങനെ ജോണിനെ കാണുകയാണ്. പക്ഷെ ഒന്നും അറിയാത്ത പോലെ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജോൺ നിൽക്കുന്നുണ്ട്. അന്നേരം എന്താ സാറെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കളക്ടറുടെ പ്രോഗ്രാം ഇന്ന് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ 3 മണിക്ക് ഒരു കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ജോണിൻ്റെ പരിഭ്രമമൊക്കെ കണ്ടിട്ട് എന്താ സാർ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ജോൺ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ അനുപല്ലവിയുടെ കാണുന്നില്ല ആ ഫയലോടെ വെച്ചത്. അനുപല്ലവി നോക്കിയെടുത്ത ഫയലും എടുത്ത് ഈ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന എല്ലാം കൂടി എടുത്ത് ജോൺ വെച്ചതുകൊണ്ട് അതെല്ലാം കൂടി എടുത്ത് ശാലിനിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇത് എമർജൻസി ഫയലാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അന്നേരം വേറെ പ്രോഗ്രാം ഒന്നും ചാർട്ട് ചെയ്തിട്ടില്ലല്ലോ, ഇതിപ്പോൾ ഞാൻ നോക്കി തീരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എല്ലാം മിനിസ്റ്ററുടെ ഓഫീസിൽ എത്തേണ്ടതാണ് മാഡം എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി അത് ഒപ്പിടാനായിട്ട് എടുക്കുന്നുണ്ട്. അന്നേരം 3 മണിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് എന്ന് അനുപല്ലവി പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ഇങ്ങ് പോകുന്നുണ്ട്. ശാലിനി ഫയലൊക്കെ ഒപ്പിടാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ശിവനാണെങ്കിൽ കളക്ട്രേറ്റിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്തിട്ട് മാഡം ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ വരാൻ പറയൂ എന്ന് പറയുകയാണ്. അന്നേരം അത് അയാൾ മാഡം എന്നൊക്കെ ഇങ്ങനെ അനുപല്ലവി പറയുമ്പോൾ വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് അങ്ങ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ ക്യാബിനിലേക്ക് ശിവൻ ഇങ്ങനെ കയറി ചെല്ലുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് ദേഷ്യഭാവമൊന്നുമില്ല. ശിവൻ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് കസേരയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇരിക്കുമെന്ന് പറയുകയാണ് ശാലിനി ആണെങ്കിൽ. അന്നേരം ശിവനിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കാം ഇരിക്കുക എന്നിങ്ങനെ ശാലിനി കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. തുടർന്ന് ശിവൻ ഇരിക്കുന്നുണ്ട്. അന്നേരം എന്താണ് കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, എൻ്റെ പെങ്ങൾ ചന്ദ്ര ഇഷ്ടപ്പെടുന്നത് മാഡം അനിയനെ പോലെ കാണുന്ന പ്രകാശിനെയാണ്. അവരുടെ വിവാഹത്തിനൊക്കെ ആയിട്ട് രജിസ്റ്റർ മാരേജിനൊക്കെ ആയിട്ട് ഞാൻ സഹായം ഇരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പ്രകാശൻ മിസ്സിംഗ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മിസ്സിംഗ് ആണോ എന്നും പറഞ്ഞിങ്ങനെ ശാലിനി ആകെ ചെറിയൊരു ഷോക്കാവുന്നുണ്ട്. അന്നേരം ശാലിനി ആലോചിക്കുന്നുണ്ട്. അന്ന് ചിതാഭസ്മമായിട്ട് ശാലിനി വീട്ടിൽ വന്നിറങ്ങുമ്പോൾ പ്രകാശ് വന്നതും എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്, അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശാലിനി ആകെ ഒരു വിഷമത്തിലിരിക്കുകയല്ലായിരുന്നോ. ഇപ്പോൾ പഠിത്തം മാത്രം ശ്രദ്ധിക്കുക, പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ട, മനസ്സിലായില്ലേ എന്നിങ്ങനെ ശാലിനി ദേഷ്യപ്പെടുമ്പോൾ പ്രകാശം കരഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നു. ശാലിനി അന്നേരം ഓർമ്മിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഹോസ്റ്റലിൽ അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അന്വേഷിച്ചിരുന്നു, അവിടെയും ചെന്നിട്ടില്ല. ഞാൻ രജിസ്റ്റർ മാരേജിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതാണ് അവരെ സഹായിക്കാനായിട്ട്. പക്ഷേ റസാഖ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം എൻ്റെ അച്ഛൻ ചെന്നവരെ ഇറക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഉണ്ടായിരിക്കുന്നത്. അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ ഇറക്കിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെയാണ് സംശയം. മാഡത്തിൻ്റെ ഒരു ഫോൺ കോൾ റസാഖിന് ചെന്നാൽ അയാൾ ഗൗരവമായിട്ട് അന്വേഷിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പണത്തിന് മുന്നിൽ പ്രകാശിൻ്റെ ജീവൻ ഒരുപക്ഷെ എന്ത് സംഭവിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ഒരു വെപ്രാളാവുന്നുണ്ട് ശാലിനിക്ക് അങ്ങോട്ട്. എന്നിട്ട് ശാലിനി പെട്ടെന്നാണെങ്കിൽ ഈ നേരത്തെ ശിവൻ വന്നപ്പോൾ തന്നെ ഒപ്പിടാൻ വെച്ചിരുന്ന ഫയലങ്ങ് താഴെ വയ്ക്കുന്നുണ്ട്, ഇട്ടിരുന്നില്ല. അന്നേരം അതിനുശേഷം ശാലിനി പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്, ആ ഫോൺ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തത് ഇങ്ങനെ ആ ഒരു അനുപല്ലവി മുമ്പൊരിക്കൽ കൊണ്ടു കൊടുത്ത് ഇങ്ങനെ മേശപ്പുറത്തിരിക്കുകയായിരുന്നു, അത് പെട്ടെന്ന് അങ്ങ് വീഴാൻ പോകുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ അത് പെട്ടെന്ന് പിടിക്കുകയാണ്. അപ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ജീവിതം ഇതുപോലെയാണ് മാഡം, നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീണ് നിലത്തുടഞ്ഞു പോകും. ഈ ഫോട്ടോകൾ സൂക്ഷിക്കുന്നത് പോലെ മാഡം പ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അതും ഇല്ലാതായി പോകും
എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഞാൻ എൻ്റേതായ വഴിക്കും അന്വേഷിക്കാം, മാഡം ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ശിവൻ പെട്ടെന്ന് ക്യാബിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ശാലിനി ഒരു നിമിഷം ആലോചിച്ചിട്ട് പിന്നീട് ആ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരെയാണ് എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല. ശിവനാണെങ്കിൽ കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ രേഷ്മയാണെങ്കിൽ ഓട്ടോയിൽ അവിടെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ 150 രൂപ എന്ന് പറയുകയാണ്. അന്നേരം രേഷ്മ പെട്ടെന്ന് മീറ്ററിൽ നോക്കിയിട്ട് 90 രൂപയല്ലേ ആയുള്ളൂ, ഇതാ 10 രൂപയും കൂടെ ചേർത്ത് 100 രൂപയുണ്ട്, ഇതിൽ കൂടുതൽ ഒരു പൈസ തരില്ല എന്ന് പറയുകയാണ്. അന്നേരം ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നതല്ലേ, പിന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. നമുക്കിപ്പോൾ മെൻസ് അസോസിയേഷനും ഓട്ടോ യൂണിയനൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അവരാരും പിടിച്ചു പറിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിളച്ചിലെടുക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് രേഷ്മയുടെ ബാഗ് അങ്ങോട്ട് തട്ടിപ്പറിക്കുകയാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ, ഇനി ബാക്കി പൈസയും കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ തിരക്കി വന്നാൽ മതി, അപ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പെട്ടെന്ന് അങ്ങ് ഓട്ടോയിൽ കയറുകയാണ്. അന്നേരം ഡോ എന്നും പറഞ്ഞ് രേഷ്മ പിന്നാലെ ചെല്ലുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് ശിവൻ ഇറങ്ങുകയാണ്. പട്ടാപ്പകൽ പിടിച്ചു പറയുമോ, അതും കളക്ട്രേറ്റിൽ, ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ശിവൻ ഓടിച്ചെന്ന് ഓട്ടോ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരനെ പിടിച്ച് ഇങ്ങോട്ട് ഷർട്ടിൻ്റെ കോളറിന് തൂക്കിയെടുത്ത് ആ കളക്ടറേറ്റിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് എറിയുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ പിന്നെ നീ ഇങ്ങനെ പിടിച്ചു പറിക്കാനാണോ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മേലെ നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്നും പറഞ്ഞ് ഒരു അടിയൊക്കെ 2-3 അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ഓട്ടോക്കാരൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് രേഷ്മയാണെങ്കിൽ ഇങ്ങനെ ശിവനെ ശ്രദ്ധിക്കുന്നത്. അന്നേരം ശിവനെ ആ ഒരു ഫയലിൽ കണ്ട ആ ശിവൻ്റെ മുഖം ഓർമ്മിക്കുന്നുണ്ട്. രേഷ്മ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം ആ ഓട്ടോക്കാരൻ്റെ കയ്യിൽ നിന്നും രേഷ്മയുടെ ബാഗ് താഴെ വീഴുന്നുണ്ട്. ആ ഒരു ചിതാഭസ്മവും മാറി ഇങ്ങോട്ട് തെറിച്ച് ആ കവർ ഇങ്ങോട്ട് തെറിച്ച് വീഴുന്നുണ്ട്. അന്നേരം തുടർന്ന് ഇനി മേലാ നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്നിങ്ങനെ ശിവൻ ഷൗട്ട് ചെയ്യുകയാണ്. അന്നേരം ശാലിനിയും അനുപല്ലയും എല്ലാവരും ഒക്കെ ഓടി ഇറങ്ങി വന്ന് ഇത് ഈ സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ശിവൻ ഇങ്ങനെ അടിക്കുന്നതൊക്കെ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മേലാ നിന്നെ ഇവിടെ കണ്ടുപോകരുത്, പൊക്കിക്കൊള്ളണം ഇവിടെ നിന്നും പറഞ്ഞിട്ട് അവനെ തിരിച്ച് വീണ്ടും ഓട്ടോയിലേക്ക് എന്നെ എടുത്തെറിയുകയാണ്. അന്നേരം നിനക്ക് എത്ര രൂപ തരാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ 90 രൂപ എന്ന് പറയുന്നുണ്ട്. രേഷ്മയുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിയിട്ട് കയ്യിലിരിക്കുകയാണ് പൈസ. ഇങ്ങനെ 100 രൂപ വാങ്ങി അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ 100 രൂപയുണ്ട്, വിട്ടോളണം ഇവിടെ നിന്ന്, ഇനി നിന്നെ കണ്ടുപോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ ആകെ അന്തം വിട്ട് പേടിച്ച് പെട്ടെന്ന് ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം രേഷ്മ ഇങ്ങനെ ശിവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശാലിനിയും അതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ശിവൻ്റെ ചെയ്തികളൊക്കെ ഇപ്പം ശാലിനിക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണോ എന്ന് കാണിക്കുന്നില്ല. അതിനുശേഷമാണ് ഇനി അവിടെ രേഷ്മ ശാലിനിയൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ചിതാഭസ്മമൊക്കെ കൊണ്ടുപോവുകയാണെന്നുള്ളത് പറയുമായിരിക്കും. ഹാർട്ട് പിന്നെ കൊടുത്തത് ആർക്കാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമായിരിക്കും, അവർ വെളിപ്പെടുത്തില്ല എന്ന് പറയുമായിരിക്കും. അത് ഇത്രയുമൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഫയൽ ശാലിനി ഒപ്പിടാനായിട്ട് എടുത്തിട്ട് ഒപ്പിട്ടില്ല. ശിവൻ വന്നതുകൊണ്ട് അത് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.